നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് വൈബ് എന്ന് പറയുന്ന കമ്പനിയുടെ ഡാഷ് ക്യാമറയാണ്. S400 എന്ന് പറയുന്ന ഡാഷ് ക്യാമറ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഓൾമോസ്റ്റ് 8000 റുപ്പീസിന് അടുത്തായിട്ടുണ്ട്. അതിൽ ഫ്രണ്ട് 4Kയും ബാക്ക് 2Kയും ക്യാമറയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കണ്ടൻസൊക്കെ നോക്കാം. ക്യാമറ 2 ക്യാമറയുണ്ട്, റിയർ ഡാഷ് ക്യാമറ, കാർ ചാർജർ, വാറണ്ടി കാർഡ്, ഫ്രണ്ട് ക്യാമറ കേബിൾ, റിയർ ക്യാമറ കേബിൾ, ഇൻസ്ട്രക്ഷൻ മാനുവൽ, ക്ലീനിങ് ക്ലോത്തൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അൾട്രാ HD ആണെന്ന് പറയുന്നുണ്ട്. G സെൻസർ ഉണ്ട്, പാർക്കിംഗ് മോണിറ്ററൊക്കെ ഉണ്ട്, ബിൽറ്റ് ഇൻ വൈഫൈ ഉണ്ട്. വൈഫൈയിൽ നമുക്ക് ക്ലിപ്സ് ഡൗൺലോഡ് ചെയ്യാം. ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ബോക്സിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. നല്ല വൃത്തിയുള്ള പാക്കിങ് കാര്യങ്ങളൊക്കെയാണ്. കാഴ്ചയിലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഇംപ്രഷൻ വന്നിട്ടുണ്ട്. ബോക്സിൽ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്, വാറണ്ടി കാർഡുണ്ട്, പിന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള QR കോഡ് കൊടുത്തിട്ടുണ്ട്, പ്രൊഡക്റ്റിൻ്റെ വാറണ്ടി കാർഡ്. ഇതാണ് നമ്മുടെ മെയിൻ ക്യാമറ യൂണിറ്റ്. അതൊരു ക്ലീനിങ് ക്ലോത്തും സ്റ്റിക്കറുമാണ് ഇത് ഒട്ടിക്കാനുള്ള, ഗ്ലാസ്സിൽ ഒട്ടിക്കാനുള്ള. ഇത് കാർ ചാർജിങ് അഡാപ്റ്ററാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ കാറിൽ മറ്റ് ചാർജർ നമ്മുടെ നോർമൽ ചാർജർ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതാണ്, നമുക്ക് നോക്കാം. ഇതാണ് ബാക്ക് ക്യാമറ, കാർ ചാർജർ C പിന്നാണ്, അതെന്തായാലും കാര്യമായി. പിന്നെ GPS വന്നിട്ടുണ്ട്. അത് ചാർജർ മോഡ് കേബിളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് GPS വന്നിരിക്കുന്നത്. ഇതാണ് റിവേഴ്സ് ക്യാമറ. റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന റിവേഴ്സ് ക്യാമറയാണ് ഇതിലുള്ളത്. റിവേഴ്സ് ക്യാമറയുടെ പിന്ന്, നമ്മുടെ മെയിൻ ക്യാമറ യൂണിറ്റ്. മെയിൻ ക്യാമറ യൂണിറ്റ് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. SD കാർഡ് സ്ലോട്ട് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ C പിന്ന് ആണ് ചാർജർ, C ടൈപ്പാണ്. ഇത് C ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ കാർ ചാർജറിൽ നിന്ന് നോർമൽ കേബിൾ ഉപയോഗിച്ച് പവർ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവർ തന്നിരിക്കുന്ന ആ അഡാപ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് മൊബൈൽ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും ഒരു മൾട്ടി പോയിൻ്റ് കാർ ചാർജർ ഉണ്ടെങ്കിൽ, മൾട്ടി പോർട്ടുള്ള ചാർജർ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളുടെ ക്യാമറയും യൂസ് ചെയ്യാം, നമ്മളുടെ മൊബൈലും പവർ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ റിവേഴ്സ് ക്യാമറ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തോളൂ, പവർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ബോക്സിൽ വന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇതിൻ്റെ കേബിളുകൾ, 2 ക്യാമറ യൂണിറ്റ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനത് വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചു, വണ്ടിയിൽ ഒട്ടിച്ചു, ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ വെച്ച് അത് ഒട്ടിച്ചു. നോർമൽ മൊബൈലിൻ്റെ ചാർജറാണ് ഞാൻ പവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്, നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ നോർമൽ മൾട്ടിപോർട്ടിൽ നിന്ന് ഞാനൊരു പോർട്ട് എടുത്ത് അതിലേക്ക് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് പ്ലേ സ്റ്റോറിൽ വിഡിയോർ എന്ന് പറയുന്ന ആപ്പാണ്. ഒരുപാട് ഡാഷ് ക്യാമറകൾ കോമൺ ആപ്പായിട്ടാണ് അത് വരുന്നത്. ഇതതിൻ്റെ നൈറ്റ് വ്യൂ ആണ്. അപ്പോൾ തീരെ മോശമൊന്നുമല്ല, അത്യാവശ്യം നല്ല നൈറ്റ് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 100% പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഒരു 8 മെഗാ പിക്സലിനൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത് ഫ്രണ്ട് വ്യൂ. പക്ഷേ അതിന് ആ ഒരു ക്വാളിറ്റി കിട്ടുന്നില്ല എങ്കിൽ പോലും നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ ക്വാളിറ്റി തന്നെയാണ് ഇതിനുള്ളത്. സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല 1 മിനിറ്റ്, 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റുള്ള ക്ലിപ്പുകളാക്കി നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. 4K ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ക്ലാരിറ്റി കുറഞ്ഞ രീതിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ലൈറ്റിൻ്റെ ഗ്ലെയർ, അതിപ്പോൾ ഏത് ക്യാമറ മേടിച്ച് വെച്ചാലും ഉണ്ടാവും. പക്ഷേ നമുക്കിപ്പോൾ ഓൺലൈനിൽ ലൈറ്റ് ഗ്ലെയർ തടയാൻ വേണ്ടിയിട്ടുള്ള ഫിൽറ്റർ ഗ്ലാസ്, ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ ഒട്ടിക്കാനുള്ള ഫിൽറ്റർ ഗ്ലാസ് നമുക്ക് സെപ്പറേറ്റ് മേടിക്കാം. ഇത് ഡേ വ്യൂ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുണ്ട്. ഡേയിൽ 4K വ്യൂ എന്ന് പറയുന്നത് അത്യാവശ്യം 4K തന്നെയുണ്ട്. പറച്ചിലിൽ മാത്രമല്ല, നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. വീഡിയോസ് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ. ഇത് ഏർലി മോർണിംഗ് ആണ്. ടൈം ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. രാവിലെ 6-6:30 അടുപ്പിച്ചുള്ള ടൈമാണ് ഇത് കാണുന്നത്. പക്ഷേ ഞാൻ ആ ടൈം കറക്റ്റായിട്ട് ഞാൻ ഇതിൽ സെറ്റ് ചെയ്തിട്ടില്ല.
ഡേറ്റും ടൈമും സ്റ്റാമ്പായിട്ട് നമുക്ക് ഒരു വീഡിയോയുടെ ഒരു സൈഡിൽ നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം മോശമില്ലാത്ത ബിൽഡ് ക്വാളിറ്റി, മോശമല്ലാത്ത രീതിയിലുള്ള വീഡിയോസ്, ഫ്രണ്ട് ക്യാം ആയിക്കോട്ടെ ബാക്ക് ക്യാം ആയിക്കോട്ടെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഏകദേശം 8,000 താഴെ, 7,800 ആൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ വരുന്നത്. ഇതിൻ്റെ ബാക്ക് ക്യാമറ, ഞാൻ ബാക്ക് ക്യാമറ ബാക്കിൽ ഫിറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ എന്നാലും ജസ്റ്റ് അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കാണിക്കുന്നതാണ്. അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ക്വാളിറ്റി ബാക്ക് ക്യാമറയ്ക്കുണ്ട്. ഇത് ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു സാമ്പിൾ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ബാക്ക് ക്യാമറയ്ക്ക്. ഇപ്പോൾ വൈവിൻ്റെ S400 എന്ന് പറയുന്ന മോഡൽ ഡാഷ് ക്യാം നോക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാമറ തന്നെയാണ്.